ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വിവാഹ രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നത്. നമ്മള് ഇത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ലോ ആണ് നമ്മൾ പറയുന്നത്. സ്പെഷ്യൽ മാരേജ് ഇതിനകത്ത് കൺസിഡർ ആവില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ കയറി ഇറങ്ങണമായിരുന്നു, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പോകണമായിരുന്നു. ഈ ഒരു പരിപാടിക്ക് വേണ്ടി 1-2 ദിവസമൊക്കെ ഇതിന്റെ പിറകിലേക്ക് നടക്കണമായിരുന്നു. ഇപ്പൊ പക്ഷെ അതിന്റെ യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഫോണും ഇന്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സും, അതും വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു 2-3 ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ആദ്യം കരുതിയിരുന്നെന്ന് വെച്ചാൽ, എന്റെ വീട് കൊല്ലം, ചേട്ടൻ്റെ വീട് ട്രിവാൻഡ്രം. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊല്ലത്ത് എന്റെ പഞ്ചായത്തില് വെസ്റ്റിയാളുടെ ഗ്രാമപഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് പേരോട് അന്വേഷിച്ചു, നമ്മൾ പഞ്ചായത്തിൽ ഡയറക്റ്റ് പോകണോ എന്നൊക്കെ അന്വേഷിച്ചു. ആദ്യം കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ അക്ഷയ വഴി ഇത് അപേക്ഷ വെച്ചിട്ട് പഞ്ചായത്തിൽ പോയി ഒപ്പിടുക, അതായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പിന്നീട് നമുക്കത് മനസ്സിലായി. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് കൂടെ ചെയ്യുന്നത്. കാരണം അപ്പൊ ഇതിനായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ഒരു മാരേജ് രജിസ്ട്രേഷൻ കേരളത്തിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇപ്പൊ വേണം? ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വേണമെങ്കിൽ, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഇപ്പോൾ കേരളത്തിൽ ഒരു മാരേജ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വരന്റെയും വധുവിന്റെയും ആധാർ കാർഡ് വേണം. നമ്മുടെ അഡ്രസ് എല്ലാം തെളിയിക്കാൻ വേണ്ടി ആധാർ കാർഡ് പ്രൂഫായിട്ട് വേണം. രണ്ടാമത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് SLC സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നീട് നമ്മുടെ വിവാഹം എവിടെ വെച്ചാണ് നടന്നതെന്ന് അവർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് മാരേജ് കഴിയുന്നതിന്റെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് അതായത് ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തുള്ള വരനും ഇന്ന സ്ഥലത്തുള്ള വധുവും കൂടെ ചേർന്ന് ഇവിടെ ഒരു കല്യാണം നടന്നിരുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് അവർ എഴുതി തരും. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നീട് രണ്ട് സാക്ഷികളുടെ ആധാറാണ് നമുക്ക് വേണ്ടത്. പണ്ട് നമ്മള് പഞ്ചായത്തിലെ സാക്ഷികൾ ഡയറക്റ്റ് ഫിസിക്കലി നമ്മൾ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. സാക്ഷികളുടെ ആധാർ വേണം. ആ ആധാർ അവരുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. കാരണം അവരുടെ OTP ആ നമ്പറിലേക്ക് ചെല്ലും. അതിലൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി. പിന്നെ 2 പേരുടെയും ഫോട്ടോ കൊടുക്കണം. അപ്പൊ ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റിനകത്ത് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ കൊടുക്കുന്നത്. ഈ 5 ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വിവാഹ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് വേണ്ടത്. അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിലൊക്കെ പോയി കിടന്ന് ക്യൂ നിൽക്കണം. ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും K-Smart എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗവൺമെന്റിന്, കേരള ഗവൺമെന്റിന്. പണ്ട് നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പോയിട്ട് എന്തൊക്കെ വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായോ, ഇപ്പൊ അതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് K-Smart, സ്മാർട്ട് കേരള, അതായത് K-Smart, കേരള സ്മാർട്ട്. അപ്പൊ ഇതിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഓരോരോ ഇപ്പം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അപേക്ഷകൾ വെക്കാനുള്ള ലിങ്ക് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ മാരേജ് രജിസ്ട്രേഷൻ ഇതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ K-Smartന്റെ വെബ്സൈറ്റിനകത്ത് പോയിട്ട് നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മാരേജ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് തൊട്ട് സൈഡിൽ കാണും. അപ്പം ഈ മാരേജ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അപ്പം പ്രൂഫ് ഓഫ് മാരേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വിവാഹ സർട്ടിഫിക്കറ്റ്. അപ്പൊ വിവാഹ സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ സ്കാനറിലോ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫയലിൽ ഇട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നോർമലി നമ്മൾ ഓരോ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത് ആധാർ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആധാറിലേക്ക് ഒരു OTP, നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള കോളം വരും. അങ്ങനെ ഓരോ സെറ്റ് ഓഫ് ഫയൽസ് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് നമ്മൾ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളത് എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു സംഭവ വീഡിയോ നമ്മൾ ചെയ്യാം. പിന്നെ പറയുമ്പോൾ ഇതിപ്പോ നമ്മള് ഓൺലൈൻ അക്ഷയ സെന്റർ വഴിയോ ജനസേവാ കേന്ദ്രം വഴിയോ എങ്ങനെയാ ചെയ്യുന്നതാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ ഇതിന് വന്നിട്ട് 250 രൂപയോ 300 രൂപ എന്തോ ആയിരുന്നു വിവാഹ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ഫീസ്. പ്ലസ് 300 രൂപ നമ്മൾ അക്ഷയയിൽ കൊടുത്തായിരുന്നു. അക്ഷയയിൽ ചെയ്യുന്നതിന് 100 രൂപ എന്ന് പറഞ്ഞിട്ട് 100 രൂപയോ 50 എന്തായാലും കൂടി പേര് 300 രൂപയ്ക്ക് താഴെയായി നമുക്ക് കേരളത്തിൽ വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. ഇതിനകത്ത് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞ 3 പ്രൂഫുകൾ, അതായത് നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ SLC സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഫോട്ടോ, ഇത് 3ഉം അവര് K-Smartന്റെ ആപ്ലിക്കേഷൻ ഈ സൈറ്റിൽ നമ്മുടെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തതിന് ശേഷം സാക്ഷികളുടെ ആധാർ നമ്പർ, ആധാർ കാർഡ് കയ്യിലില്ലെങ്കിൽ നമ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ഫോണിലേക്ക് OTP പോകും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് അത് വെരിഫൈ ചെയ്യും. അതായത് നമ്മുടെ വിവാഹം നടന്നു എന്നുള്ളത് സാക്ഷികളുടെ വെരിഫിക്കേഷൻ അവിടെ കഴിയാണ്.
പിന്നീട് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി ചെയ്യേണ്ട ഒരു വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, വധുവും വരനും, അത് ആ KYC ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് KYC. അതായത് നമ്മൾ സത്യവാങ്മൂലം നൽകുകയാണ് നമ്മുടെ വിവാഹം നടന്നതായിട്ട്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു KYC എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും. ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു സത്യവാങ്മൂലം, അതായത് സത്യപ്രസ്താവന ചെയ്യണം. സത്യവാങ്മൂലമല്ല, അപ്പൊ ഞാനും ഒരു സത്യപ്രസ്താവന ചെയ്യണം. വരനും വധുവും സെപ്പറേറ്റ് സത്യപ്രസ്താവന ചെയ്യണം. അത് അവിടെ ഇരിക്കുന്ന പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. പണ്ട് നമ്മൾ ഡയറക്റ്റ് പോകും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് വീഡിയോയിൽ എടുത്തിട്ട് പറയും. ഇനി എന്താണോ സത്യപ്രസ്താവനയിൽ പറയാന്നുള്ളതിനും ഒരു ഡൗട്ട് വേണ്ട. ലാസ്റ്റ് സ്ക്രീൻ വരും. ആ സ്ക്രീനിനകത്ത് ഇങ്ങനെ എഴുതി പോകും നിങ്ങൾ എന്താണ് പറയാനുള്ളത്. അത് നോക്കി അങ്ങ് വായിച്ചാൽ മതി. ഇപ്പൊ ഫോണിലാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ആ ഫോണിന്റെ സ്ക്രീനിൽ തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോണിന്റെ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ ന്യൂസിലൊക്കെ പോകുന്ന സബ് ടൈറ്റിൽ ഇല്ലേ, അതുപോലെ എഴുതി പോകും. നമ്മൾ അത് വായിച്ചാൽ മതി. ഇന്ന ആധാർ നമ്പറുള്ള ഇന്ന വ്യക്തിയായിട്ട് എന്റെ വിവാഹം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഡേറ്റിൽ ഇത്ര മണിക്ക് നടന്നു, അത് ഞാൻ സമ്മതിക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ വരന്റെയും വധുവിന്റെയും ഈ KYC പൂർത്തിയായതോടെ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നേരെ പോകുന്നത് പഞ്ചായത്തിലെ സെക്രട്ടറിക്കാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ഡയറക്റ്റ് പോകുന്നത്. പക്ഷെ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആരെങ്കിലും അത് നോക്കും. എന്നിട്ട് നമുക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ കോള് വന്നു. അത് നമ്മൾ ചെയ്തത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ശനി ഞായർ തിങ്കളാഴ്ച രാവിലെ കോള് വന്നു. അപ്പൊ നിങ്ങൾ വർക്കിംഗ് ഡേയ്സിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് കോള് വരും. ഈ കോള് വന്നു കഴിയുമ്പോൾ ഇവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്തേക്കുന്ന SLC ആധാർ, അതായത് ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ അഡ്രസ്സും ഒക്കെ പ്രൂഫിന് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിൽ വെരിഫൈ ചെയ്യും എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ. ഇപ്പം നമ്മുടെ കാര്യത്തിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു അഡ്രസ്സിനകത്ത് പുള്ളും കോഡിൽ എന്ന് പറയുന്നതിനകത്ത് ഒരു എല്ലാം ആക്ച്വലി ആധാർ കാർഡിനകത്ത് ഒരു എല്ലുണ്ട്. പക്ഷെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാം മിസ്റ്റേക്ക് ആയി. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ ഇവരത് വെരിഫൈ ചെയ്തിട്ട് അതെന്ത് ചെയ്തു, അവരതിനെ റീകറക്ഷന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതേപോലെ അപേക്ഷിച്ചിട്ടുണ്ട്, അതേന്ന് പറഞ്ഞു നിങ്ങളുടെ അഡ്രസ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം, ഞാൻ തിരിച്ചു വിടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ അക്ഷയ സെന്ററിൽ പോയി പറഞ്ഞു ഇതേപോലെ തിരിച്ച് കറക്ഷൻ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ അത് കറക്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ അറിയാം സബ്മിറ്റ്, ജസ്റ്റ് ഒന്നുകൂടെ നമ്മളത് കറക്റ്റ് ചെയ്യുന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. പരിപാടി ഫിനിഷ്. പിറ്റേ ദിവസം വൈകിട്ടാണ് വിളിക്കുന്നത്. വൈകിട്ട് നമ്മൾ ചെയ്ത് അയക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് സാധനം വന്നു. വർക്കിംഗ് ഡേയ്സ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 2 ദിവസം, 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാരേജ് രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ 30 ദിവസം സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് നോട്ടീസ് ഇടണം. അതായത് വരന്റെയും വധുവിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ഒരു അപേക്ഷയൊക്കെ എഴുതി അവരവിടെ നോട്ടീസ് ബോർഡിൽ വെക്കും. അതിനുശേഷം 20-30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ സർട്ടിഫിക്കറ്റ് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ 30 ദിവസം വരെ ആരും തടസ്സം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കല്യാണം 31ാം ദിവസം നിങ്ങൾക്ക് പോവാം, കല്യാണം നടത്താം, അതായത് രജിസ്റ്റർ ചെയ്യാം, അങ്ങോട്ട് ഇതെടുക്കാം. അന്ന് നിങ്ങൾ അവിടെ പരിപാടി കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് വിവാഹ രജിസ്ട്രേഷൻ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഹിന്ദു മാരേജ് ആക്ടും സ്പെഷ്യൽ മാരേജ് ആക്ടും ചെയ്യുന്നതിനുള്ള പരിപാടികൾ. അപ്പൊ ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ വേണമെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഹിന്ദു മാരേജ് ആക്ട് എങ്ങനെയാണ് സ്വന്തമായിട്ട് നമ്മൾ മൊബൈൽ വഴി ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. മൊബൈൽ വഴി ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോക്കകത്ത് പറയാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. കാരണം ചിങ്ങമാസമൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇനി കല്യാണങ്ങളുടെ ഒരു പ്രവാഹം തന്നെ വരേര്. സത്യം നമ്മൾ കുറെ പോകേണ്ടി വരുമോ, ദൂരമൊക്കെ ഉള്ളതായതുകൊണ്ട്. കാരണം എന്റെ വീട് ട്രിവാൻഡ്രം, ഹിന്ദുവിന്റെ വീട് കൊല്ലമാണ്. അപ്പൊ കൊല്ലത്ത് നമ്മൾ ഇവിടുന്ന് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയി അവിടുത്തെ പഞ്ചായത്തിൽ പോകണമോ, പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഗ് വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ വീഡിയോ വളരെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മാറി എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളിലും കൂടെ പാസ് ചെയ്തു. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഇത് എങ്ങനെ കേസ്മാർട്ട് വെബ്സൈറ്റിലൂടെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും ഫാമിലി വ്ലോഗും ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. വീഡിയോസ് കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ വീഡിയോസ് കണ്ടാൽ മാത്രമേ എനിക്ക് കായ് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കായ് കിട്ടിയാൽ മാത്രമേ അത് ഗീവ് അവേ ആയിട്ടും പല സംഭവങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എന്റെ പാഷൻ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി തൊട്ട് വീഡിയോ വ്ളോഗിങ്ങിൽ ആക്റ്റീവ് ആണോന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ സലാം. അപ്പം അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും 90s Kid Official signing off from this is Adarsh and Hindu signing off. Bye bye.